ശബരിമല ക്ഷേത്രത്തിന് മുകളിൽ ഹെലികോപ്റ്റർ പറത്തിയ സംഭവത്തിൽ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി. നെടുമ്പാശ്ശേരിയിലെ കോസ്റ്റ് ഗാർഡ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥനെ ചുമതലയിൽ നിന്ന് നീക്കി. ഹെലികോപ്റ്റർ പൈലറ്റായ ഇയാളെ കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തേക്ക് മാറ്റി. ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റ് അടക്കം 3 പേരാണ് ഉണ്ടായിരുന്നത്. അയ്യപ്പനെ തൊഴാനാണ് ഹെലികോപ്റ്റർ താഴ്ത്തി പറത്തിയത് എന്നതാണ് അന്വേഷണത്തിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 23-നാണ് ശബരിമലയിൽ അതീവ സുരക്ഷാ മേഖലയിൽ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത്. കഴിഞ്ഞ മാസം 23-ന് ശബരിമലയിൽ അതീവ സുരക്ഷാ മേഖലയിൽ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത് വലിയൊരു അച്ചടക്ക നടപടി വീഴ്ചയായി തന്നെ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. നെടുമ്പാശ്ശേരിയിലെ കോസ്റ്റ് ഗാർഡ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ചുമതലയിൽ നിന്നും നീക്കിയിരിക്കുകയാണ്. ഹെലികോപ്റ്റർ പൈലറ്റായ ഇയാളെ കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റ് അടക്കം 3 പേരാണ് ഉണ്ടായിരുന്നത്. അയ്യപ്പനെ തൊഴാനാണ് ഹെലികോപ്റ്റർ താഴ്ത്തി പറത്തിയത് എന്നതാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 23-നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ശബരിമലയിലെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത്. ഗുരുതരമായ ഒരു ചട്ടലംഘനമാണ് നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ സംഭവത്തിൽ എന്തായാലും കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ശബരിമല ക്ഷേത്രത്തിന് മുകളിൽ ഹെലികോപ്റ്റർ പറത്തിയ സംഭവത്തിൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. നെടുമ്പാശ്ശേരിയിലെ കോസ്റ്റ് ഗാർഡ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ചുമതലയിൽ നിന്നും നീക്കിയിരിക്കുകയാണ്. ഹെലികോപ്റ്റർ പൈലറ്റായ ഇയാളെ കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റുമാരടക്കം 3 പേരാണ് ഉണ്ടായിരുന്നത്. അയ്യപ്പനെ തൊഴാനാണ് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ താഴ്ത്തി പറത്തിയത് എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം 23-നാണ് ഇത്തരത്തിൽ ശബരിമലയിൽ അതീവ സുരക്ഷാ മേഖലയിൽ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും വ്യാപാരവും നിക്ഷേപവും സാങ്കേതിക സഹകരണവും മെച്ചപ്പെടുത്താനും സ്വീഡനും ഇന്ത്യയും തമ്മിൽ ധാരണ. യൂറോപ്യൻ പര്യടനത്തിനിടെ സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ചർച്ച നടത്തി. യൂറോപ്പുമായുള്ള സാമ്പത്തിക സഹകരണത്തിന്റെ ഭാഗമായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണിന്റെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ റൗണ്ട് ടേബിളിനെ മോദി അഭിസംബോധന ചെയ്തു. സ്വീഡൻ കമ്പനിയുടെ മേധാവിമാരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. സ്വീഡന്റെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് പോൾ സ്റ്റാർ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഗോതൻബർഗിൽ സ്വീഡനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകി. വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തി. സ്വീഡിഷ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നോർവേയിലേക്ക് പുറപ്പെട്ടു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും വ്യാപാരവും നിക്ഷേപവും സാങ്കേതിക സഹകരണവും മെച്ചപ്പെടുത്താനും സ്വീഡനും ഇന്ത്യയും തമ്മിൽ ധാരണയായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്യൻ പര്യടനത്തിനിടെയാണ് ഈ ഒരു തീരുമാനം. ഇന്ത്യയും സ്വീഡനും തമ്മിൽ ഈ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. യൂറോപ്യൻ പര്യടനത്തിനിടെ സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ചർച്ചയും നടത്തി. യൂറോപ്പുമായുള്ള സാമ്പത്തിക സഹകരണത്തിന്റെ ഭാഗമായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണിന്റെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ റൗണ്ട് ടേബിളിനെ മോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. സ്വീഡിഷ് കമ്പനിയുടെ മേധാവിമാരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. സ്വീഡന്റെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് പോൾ സ്റ്റാർ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഗോതൻബർഗിൽ സ്വീഡനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം പ്രധാനമന്ത്രിക്ക് സ്വീകരണവും നൽകി. വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും എത്തി. സ്വീഡിഷ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നോർവേയിലേക്ക് പുറപ്പെട്ടു. ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കരാറിലെത്താൻ ഇനിയും വൈകിയാൽ ഇറാനിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല എന്നും ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. എത്രയും വേഗം സമാധാന കരാറിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ ഇറാനിൽ ഒന്നും തന്നെ ബാക്കിയുണ്ടാകില്ല എന്നടക്കമുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ ഈ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാന് നിർദ്ദേശങ്ങളും ട്രംപ് നൽകിയിട്ടുണ്ട്. അമേരിക്ക ഇറാന്റെ യുറേനിയം ശേഖരം US-ലേക്ക് മാറ്റുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ പക്കലുള്ള 400 കിലോയോളം ഉള്ള
സമ്പൂർണ്ണ യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണം, ഇറാന്റെ ഒരു ആണവ കേന്ദ്രം മാത്രം പ്രവർത്തിക്കാൻ പാടുള്ളൂ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഏതായാലും ഇറാന് ട്രംപ് നൽകിയിരിക്കുന്നത്. എത്രയും വേഗം ഈ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ ഒന്നും തന്നെ ബാക്കി വെച്ചേക്കില്ല എന്നതടക്കമുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് ഇറാന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല നിർദ്ദേശങ്ങളും ഇറാന് ട്രംപ് നൽകിയിട്ടുണ്ട്. ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ ഒരു പ്രതികരണം.